നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോയി വാഷ്റൂം എവിടാന്ന് ചോദിച്ചാൽ പോലും ഇത്രയും കാര്യങ്ങൾ അവർ നമ്മളോട് തിരിച്ചു പറയും. റെസ്പെക്ട് ചെയ്യുന്നവരെ തിരിച്ച് റെസ്പെക്ട് ചെയ്യുന്നവർ തന്നെയാണ്. പിന്നെ ആത്മാഭിമാനമുള്ള ഒരു ജനതയാണ്. എല്ലാം ഫ്രീ ആയിട്ട് വാങ്ങിക്കത്തൊന്നുമില്ല. ഞാൻ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് വേറൊരു ലെവലിൽ ആത്മാഭിമാനമുള്ള ഒരു ജനത തന്നെയാണ് എന്റെ അനുഭവത്തിലൂടെ ഉള്ളത്. ഈ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റുകൾ അവിടെ ബിസിനസ് ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. സാധാരണക്കാർക്ക് എത്രത്തോളം ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ? നമുക്ക് കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് പലതും മൈനിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ അവിടെ ഉണ്ട്. ചൈനയുടെ വലിയ കൺസ്ട്രക്ഷൻ വലിയ രീതിയിലുള്ള മൈനിങ് പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ അതോടൊപ്പം തന്നെ ട്രേഡിങ് അല്ലെങ്കിൽ ഈ മൈനിങ്, ഗോൾഡ്, ഡയമണ്ട് അതുപോലെ ഉള്ള സാധാരണക്കാരന് ചെയ്യാവുന്ന കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന് ചെയ്യാവുന്ന ഒരുപാട് സെക്ടറുകൾ ഇപ്പോഴും ഓപ്പൺ ആണ്. പിന്നെ ആഫ്രിക്കയിൽ എല്ലാം തികഞ്ഞ കുറച്ച് രാജ്യങ്ങളുണ്ട്. കോർപ്പറേറ്റുകൾക്ക് മാത്രം ഇനി എൻട്രി ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ. നമ്മൾ അത് തിരഞ്ഞെടുക്കണ്ട. നമുക്ക് സുരക്ഷിതമായിട്ടുള്ള നമുക്ക് അവസരങ്ങളുള്ള വേറെയും രാജ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ 54 രാജ്യത്തിൽ നമുക്ക് പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. സോണി അവിടെ ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് മെഷീനറി റെന്റൽ, അതേപോലെ തന്നെ മൈനിങ്, അഗ്രികൾച്ചർ. പിന്നെ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും ചെയ്യുന്നതാണ് ട്രേഡിങ്. അതായത് ആഫ്രിക്കയിലെ പല സാധനങ്ങളും ഇന്നും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് അവിടെ എത്തിച്ച് അവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. Life never be the same again.